പ്രാണായാമത്തിലൂടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്ന യന്ത്രത്തിലേക്ക് എത്തിക്കുന്ന പ്രാണായാമം കഴിഞ്ഞ് മനസ്സിനെ നമ്മൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രത്യാഹാരം എന്ന് പറയുന്നത്. അതിനുശേഷം പ്രത്യാഹാരത്തിലൂടെ നമുക്ക് ധാരണ, ഏകാഗ്രതയിലേക്ക് വരുന്ന നമ്മൾ ഭജൻസ് നാമജപൊക്കെ ആ ധാരണയിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ അറിയാതെ ധ്യാനത്തിലേക്ക് കടന്നു വരും. ധ്യാനം പഠിപ്പിക്കുന്നതല്ല, ഉള്ളിൽ നിന്ന് വരുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ പരിശീലിച്ച് സ്വായത്താക്കേണ്ടതാണ്. മറ്റൊരു ധാരണ വരെ നമുക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ആരംഭിക്കുക. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരുത്തി കൈകൾ നെഞ്ചിൽ പതിച്ച് വെക്കുക. ശ്വാസം ദീർഘമായി എടുക്കുക. ഇൻഹേ, കൈമുട്ട് ബാക്കിലേക്ക് പോട്ടെ, നല്ലോണം ബാക്കിലേക്ക് പോവുക. അല്പനേരം ശ്വാസം നിർത്തുക. എക്സേ, കൈമുട്ട് ആദ്യത്തെ പോലെ തന്നെ വരിക. വീണ്ടും ഇൻഹേ, എക്സേ, ഇൻഹേ, എക്സേ. കൈകൾ കാൽമുട്ടിൽ പതിച്ച് വെക്കുക. പിന്നെ നിങ്ങൾ കൈപ്പലക ഷോൾഡർ ഉയർത്തി ചെവി വരെ ഉയരും. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇൻഹേ, ഷോൾഡർ ഉയർത്തി ചെവി വരെ വരട്ടെ. എക്സേ, അപ്പോഴും കൈ പത്തി കാൽമുട്ടിൽ തന്നെ. വീണ്ടും ഇൻഹേ, എക്സേ, ഇൻഹേ, എക്സേ. ഈ കൈകൾ മുദ്രയിൽ വെക്കുക. കൈ മലർത്തി ചൂണ്ടുന്ന വിരലും പെരുവിരലും ടച്ച് ചെയ്യുക. ഓരോ ശ്വാസവും നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ണടച്ചുകൊണ്ട് ശരീരവും മനസ്സും പൂർണ്ണമായ വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നതായി അറിയുക. ഒരിളം പുഞ്ചിരിയോടുകൂടി ഒരവസ്ഥ അറിയുക. ഈ കൈകൾ കുപ്പി വെച്ച് ഇളം പുഞ്ചിരിച്ചുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിനോട് നിർദ്ദേശം കൊടുക്കാണ്ടെങ്കിൽ ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ട് സാവധാനം കണ്ണ് തുറക്കാം. സാവധാനം കണ്ണ് തുറന്നോളൂ. നമസ്തേ, നമസ്തേ.